വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ കോസ്റ്റിങ്ങിൻ്റെ മുൻപ് കുറച്ച് ഭാഗം എടുത്തായിരുന്നു. കാണാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, എന്നിട്ട് ക്ലാസ് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. ഓക്കെ, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദ ഐറ്റം ഓഫ് കോസ്റ്റ് under different categories based on common characteristics. Cost classification is the process of grouping the item of cost under different categories based on common characteristics. Okay. ഇത് ക്ലാസിഫിക്കേഷൻ ഒരുപാട് വേസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോരോ, അതായത് ട്രേസബിലിറ്റി ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സംഭവം, അതാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ട്രേസ് ചെയ്യാനുള്ള കോസ്റ്റ്. എങ്ങനെ ട്രേസ് ചെയ്യാമെന്ന് നോക്കിയാണ്. അതിനാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന ഒരു ഭാഗമുണ്ട്, ഡയറക്റ്റ് കോസ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് എന്താ വെച്ചാൽ, ഡയറക്റ്റ് കോസ്റ്റ് റിഫേഴ്സ് ടു ദോസ് കോസ്റ്റ് വിച്ച് ക്യാൻ ബി ക്ലിയർലി ആൻഡ് ഈസിലി ട്രേസ്ഡ് ഓർ ഐഡൻറ്റിഫൈഡ് വിത്ത് എ ജോബ്, പ്രോഡക്റ്റ് എക്സെട്ര. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് റിഫേഴ്സ് ടു ദോസ് കോസ്റ്റ് വിച്ച് ക്യാൻ ബി ക്ലിയർലി ആൻഡ് ഈസിലി ട്രേസ്ഡ് ഓർ ഐഡൻറ്റിഫൈഡ് വിത്ത് എ ജോബ് ഓർ പ്രോഡക്റ്റ്. ഒരു ജോബോ പ്രോഡക്റ്റോ വെച്ച് ഈസി ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളാണ് ഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് സാധാരണ ചോദിക്കാറില്ല. പ്രൈം കോസ്റ്റ് എന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാറുള്ളത്. പ്രൈം കോസ്റ്റ് എന്ന വാക്കാണ്. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രൈം കോസ്റ്റ് ഓർ ട്രേസബിൾ കോസ്റ്റ് എന്ന് പറയും കേട്ടോ. ഡയറക്റ്റ് കോസ്റ്റ് ആർ ഓൾസോ റിഫേർഡ് ടു ആസ് പ്രൈം കോസ്റ്റ് ഓർ ട്രേസബിൾ കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇൻ ദ മാനുഫാക്ചർ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻ ദ മാനുഫാക്ചർ ഓഫ് എ വുഡൻ ടേബിൾ ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചർ ആണെങ്കിൽ അത് കോസ്റ്റ് ഓഫ് ടിമ്പർ യൂസ്ഡ്, മരത്തിൻ്റെ ചാർജ് ഉണ്ടല്ലോ, കോസ്റ്റ് ഓഫ് ടിമ്പർ യൂസ്ഡ് ആൻഡ് ദ വേജസ് പെയ്ഡ് ടു കാർപ്പൻറ്റർ ആർ ഡയറക്റ്റ് കോസ്റ്റ്. അവിടുത്തെ ഡയറക്റ്റ് കോസ്റ്റ് എന്താണ്? വുഡൻ ടേബിൾ ഉണ്ടാക്കുന്നത് കോസ്റ്റ് ഓഫ് ടിമ്പർ, മരത്തിൻ്റെ ചാർജും പിന്നെ അതിൻ്റെ വേജസും, കാർപ്പൻറ്റർക്ക് വേജസ് കൊടുക്കണമല്ലോ. അപ്പോൾ അതാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. The aggregate of all direct cost, that is direct material, direct labor, direct expenses is referred as direct cost അല്ലെങ്കിൽ പ്രൈം കോസ്റ്റ്. ഈ ഡയറക്റ്റ് കോസ്റ്റ് എന്തിൻ്റെ എല്ലാം ആകെ തുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൻ്റെയും, എല്ലാ ഡയറക്റ്റ് ലേബറിൻ്റെയും, എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെയും അഗ്രഗേറ്റ് ആണ് എന്ത്? ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൈം കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പ്രൈം കോസ്റ്റ് എന്ന വാക്ക് മറക്കരുത്, അതാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. അപ്പോൾ പ്രൈം കോസ്റ്റ് ആകുമ്പോൾ നമുക്ക് കൺഫ്യൂസിങ് വരാം. ഡയറക്റ്റ് കോസ്റ്റ് ആകുമ്പോൾ നമുക്ക് വേഗം കിട്ടും. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ അഗ്രഗേറ്റ് ഓഫ് ഓൾ എന്തെല്ലാമാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതിൻ്റെ എല്ലാം കൂടി. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് റിഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ എ സ്പെസിഫിക് പ്രോഡക്റ്റ് ഓർ ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്, അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്, അതാണ്. കോസ്റ്റ് ഓഫ് ഷുഗർ കെയിൻ മാനുഫാക്ചറിങ്ങിൽ ഷുഗർ ഫോംസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റാണ്. അതായത് കോസ്റ്റ് ഓഫ് ഷുഗർ കെയിൻ ഇൻ മാനുഫാക്ചറിങ്, ഷുഗർ ഫോംസ് ആണ് എന്ത്? ഷുഗർ ഫോംസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റാണ്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നോക്കുന്നത് ഡയറക്റ്റ് ലേബർ കോസ്റ്റാണ് കേട്ടോ. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് റിഫേഴ്സ് ടു സ്പെസിഫിക് കോസ്റ്റ് ആണ്, കോസ്റ്റ് ഓഫ് വർക്കേഴ്സ് യൂസ്ഡ് ടു മേക്ക് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ ടു പ്രൊവൈഡ് എ പർട്ടിക്കുലർ സർവീസ്. ഒരു പ്രത്യേക സർവീസ് കൊടുക്കുന്നതിനാണ് ഡയറക്റ്റ് ലേബർ. അവിടെ ലേബർ ഓറിയൻറ്റഡ് ആണല്ലോ. അപ്പോൾ സ്പെസിഫിക് കോസ്റ്റ് ഓഫ് വർക്കേഴ്സ്, ആ വർക്കറുടെ ഒരു സ്പെസിഫിക് ആയ ജോലിയുടെ കോസ്റ്റ്, പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് ആകുമ്പോൾ ഒരു കാർപ്പൻറ്റർ വർക്ക് ചെയ്യുന്നു, അപ്പോൾ അയാളുടെ കഴിവാണ് അവിടെ, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ക്വാളിറ്റിയാണ് ആ വർക്കിൽ കാണിക്കുന്നത്. അപ്പോൾ അയാൾക്ക് കൊടുക്കുന്നതാണ് വേജസ്. അപ്പോൾ ആ വേജസ് പെയ്ഡ് ടു കാർപ്പൻറ്റർ ഫോർ മാനുഫാക്ചറിങ് ഫർണിച്ചർ ഫോംസ് ആണ് ഇവിടെ എന്ത്? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റൊടത്ത് ഷുഗർ കെയിൻ ആകുമ്പോൾ ആ ഷുഗർ കെയിൻ്റെ പിന്നെ ചാർജാണ് എന്ത്? ഷുഗർ കെയിൻ വേണമല്ലോ, കരിമ്പില്ലാതെ പഞ്ചസാര ഉൽപ്പാദനം നടക്കില്ല അല്ലേ. അപ്പോൾ കരിമ്പിൻ്റെ ചിലവാണ് അവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഷുഗർ മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? കരിമ്പാണല്ലോ. കരിമ്പ് കൊണ്ടുവരണം. അപ്പോൾ കരിമ്പ് കൊണ്ടുവരാനുള്ള കോസ്റ്റാണ് അവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു
ഫർണിച്ചർ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ആ ഫർണിച്ചർ ഉണ്ടാക്കുന്ന ആ ഒരു കാർപ്പൻ്ററുടെ ശമ്പളമാണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റായിട്ട് കണക്കാക്കുന്നത്. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് മൂന്നും കൂടിയതാണ് എന്ത്? പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് റിഫേഴ്സ് ടു ദോസ് എക്സ്പെൻസസ് വിച്ച് ഹാവ് ബീൻ ഇൻകേർഡ് ഇൻ ഫുൾ, ഒന്നെങ്കിൽ പൂർണ്ണമായിട്ട്, ഇൻ മേക്കിംഗ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ പ്രൊവൈഡിങ് എ സർവീസ് ഓർ റണ്ണിങ് എ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് റൺ ചെയ്യിക്കാനുള്ള മൊത്തം എക്സ്പെൻസസ്, അതാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോയൽറ്റി പെയ്ഡ് ഫോർ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ്, എക്സ്പെരിമെൻ്റൽ എക്സ്പെൻസസ് ഫോർ മാനുഫാക്ചറിങ് ആൻ ഐറ്റം, ഇതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസസിന് ഉദാഹരണങ്ങളായി കൂട്ടാറുണ്ട്. എല്ലാം ഉണ്ട്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് റൺ ചെയ്യിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും സേവനങ്ങളും എല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത്? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റോയൽറ്റി, അതിന് വേണ്ടി ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവർക്ക് റോയൽറ്റി ഉണ്ടാവില്ലേ. അപ്പോൾ റോയൽറ്റി പെയ്ഡ് ഫോർ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ്. പിന്നെ കുറച്ച് എക്സ്പെരിമെൻറ്റുകൾ നടത്തുന്നുണ്ടാവും, അറിയണമല്ലോ, മാർക്കറ്റ് അറിയണം. അപ്പോൾ അതിന് ചിലവാകുന്നത് അതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ന് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ട്രേസബിലിറ്റി ഓഫ് കോസ്റ്റിലുള്ളതാണ് ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഓഫ് എ ജനറൽ നേച്ചർ. അവർക്ക് ജനറലായ ഒരു നേച്ചറാണുള്ളത്. അവരെന്തില്ല, ഡയറക്റ്റ്ലി ചാർജബിൾ ടു എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ജോബ്, ഡിപ്പാർട്ട്മെൻറ്റ്. നേരിട്ട് ആ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ചാർജബിളായിട്ട് നേരിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള വരുന്നില്ല. ഇൻഡയറക്റ്റ് കോസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇതേപോലെ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പോലെ തന്നെ അവിടെയും മൂന്നും പറയുന്നുണ്ട്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയതാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഫങ്ഷൻ വെച്ചിട്ടാണ് അടുത്തത്. അപ്പോൾ ട്രേസബിലിറ്റി ഓഫ് കോസ്റ്റ് കഴിഞ്ഞു, ഡയറക്റ്റും ഇൻഡയറക്റ്റും കഴിഞ്ഞു. പിന്നെ ഫങ്ഷൻസ് വെച്ചിട്ടുള്ളത് പ്രൊഡക്ഷൻ കോസ്റ്റ് സാധാരണ ചോദിക്കാറുണ്ട്. ഇറ്റ് റിഫേഴ്സ് ടു കോസ്റ്റ് കൺസേൺഡ് വിത്ത് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് എൻഡ്സ് വിത്ത് പ്രൈമറി പാക്കിംഗ് ഓഫ് പ്രോഡക്റ്റ്. അതായത് റോ മെറ്റീരിയൽസിൻ്റെ സപ്ലൈ തൊട്ട്, റോ മെറ്റീരിയൽസ് എടുക്കുന്നത് തൊട്ടിട്ട് ഒരു പ്രോഡക്റ്റ് അവസാനം പാക്കറ്റിലാക്കുന്നത് വരെ ഉള്ള ചിലവുകൾ ഏതിൽ ഉൾപ്പെടും? പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഉൾപ്പെടും എന്നാണ് പറയുന്നത്. അത് മൊത്തം ഒരു ചങ്ങല പോലെ ഒരുപാട് ഓപ്പറേഷൻസിലൂടെ കടന്നു പോകുന്നതാണല്ലോ, അതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. എന്തിൽ? പ്രൊഡക്ഷൻ കോസ്റ്റിൽ. പിന്നെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആ വാക്കിൽ തന്നെയുണ്ട് അല്ലേ. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഈസ് ഇൻകേർഡ് ഫോർ ക്യാരിയിങ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ, ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിലും എന്ത് കൺസേൺ ആണെങ്കിലും ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണല്ലോ. അവിടെ ഉണ്ടാവും വർക്കേഴ്സ് ഉണ്ടാവും, അവരെ മാനേജ് ചെയ്യണം. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ, അപ്പോൾ അതിന് അഡ്മിനിസ്ട്രേഷന് ധാരാളം ചിലവ് വരും. അതുമായി ബന്ധപ്പെട്ടതാണ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് വരുന്നത്. പിന്നെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയാൽ പോരാ, അത് സെയിൽ ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ സെല്ലിംഗ് കോസ്റ്റ് റിഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് സെല്ലിംഗ് ഫംഗ്ഷൻ. സെല്ലിംഗ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റാണ് സെല്ലിംഗ് കോസ്റ്റ്. ദ കോസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ക്രിയേറ്റ് ആൻഡ് സ്റ്റിമുലേറ്റ് ഡിമാൻഡ് ഫോർ കമ്പനീസ് പ്രോഡക്റ്റ് ആൻഡ് ടു സെക്യൂർ ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിനുള്ള ഒരു കുറച്ച് കോസ്റ്റൊക്കെ ചിലവാക്കിയിട്ട് മാർക്കറ്റ് പിടിക്കണം അല്ലേ. അപ്പോൾ അതിന് ഉള്ള ചിലവുകൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൽ വരും. ഓക്കെ. ദ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് വിൽ ബി ഇൻകേർഡ് ഓൺ ഗുഡ്സ് മെയ്ഡ് അവൈലബിൾ ടു ദ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കുക, അതുവരെയുള്ള ചിലവുകളാണ്. പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, അതും എളുപ്പമാണ്, അറിയാം, പേരിൽ നിന്ന് തന്നെ അറിയാം. റിസർച്ച് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് സെർച്ചിങ് ഓഫ് ന്യൂ പ്രോഡക്റ്റ്, ന്യൂ മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ്, പ്രോസസ് ഓർ എക്യുപ്മെൻറ്റ്സ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ഓഫ് അപ്ലൈയിങ് ദ റിസൾട്ട്സ് ഓഫ് റിസർച്ച് ഓൺ കൊമേഴ്ഷ്യൽ ബേസിസ്. അതായത് ഈ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ട് മാർക്കറ്റിൽ പുതിയ പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്യുന്നു, പുതിയ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉണ്ടോ എന്ന് നോക്കുന്നു, പഴയ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നു. അതൊക്കെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പോൾ അതും പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വാരിയബിലിറ്റി അല്ലെങ്കിൽ കോസ്റ്റ് ബിഹേവിയർ വെച്ചിട്ട് കോസ്റ്റിനെ രണ്ടാക്കി തരംതിരിക്കാം. ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും. ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും രണ്ടും ചോദിക്കാറുള്ളതാണ്. ഫിക്സഡ് കോസ്റ്റിനേക്കാൾ കൂടുതൽ ചോദിച്ചു കാണാറുള്ളത് വാരിയബിൾ കോസ്റ്റാണ്.
ഫിക്സഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഡു നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ചസ് ഇൻ ദ വോളിയം ഓർ ലെവൽ ഓഫ് ആക്ടിവിറ്റി വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് പ്ലാന്റ് കപ്പാസിറ്റി. ഫിക്സഡ് കോസ്റ്റ് ഒരിക്കലും വോളിയം അല്ലെങ്കിൽ ആ ഒരു പിന്നെ പ്രൊഡക്ഷൻ്റെ ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടുന്നു കുറയണം അനുസരിച്ചിട്ട് ഒരു മാറ്റവും ഇല്ല. ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. പക്ഷേ വാരിയബിൾ കോസ്റ്റ് എന്താണ്? വാരിയബിൾ കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. ഫിക്സഡ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് പീരിയഡ് കോസ്റ്റ്. അപ്പോൾ പീരിയഡ് കോസ്റ്റ് ചോദിക്കാറുണ്ട്. ഫിക്സഡ് കോസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് പീരിയഡ് കോസ്റ്റ്, സ്റ്റേബിൾ കോസ്റ്റ്, സ്റ്റാൻഡ് ബൈ കോസ്റ്റ്. സ്റ്റാൻഡ് ബൈ കോസ്റ്റ് ചോദിച്ച് കണ്ടിട്ടുണ്ട്, പീരിയഡ് കോസ്റ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിനൊക്കെ കൂടുതൽ അതിൻ്റെ മറ്റു പേരുകൾ ഓർത്തിരിക്കുക. പീരിയഡ് കോസ്റ്റ്, സ്റ്റേബിൾ ഓർ സ്റ്റാൻഡ് ബൈ കോസ്റ്റ്. അതായത് പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമില്ല ഫിക്സഡ് കോസ്റ്റിന്, പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ല. എന്നാൽ അതില്ലാതെ എന്താ പറയുക, എൻ്റർപ്രൈസ് റൺ ചെയ്യൂല, അങ്ങനത്തെ ചിലവുകളാണ്. പ്രൊഡക്ഷനായിട്ട് നേരിട്ട് ബന്ധമില്ല, പക്ഷേ അപ്പോൾ പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ചിലവുകളാണ് ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ പീരിയഡ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേബിൾ ഓർ സ്റ്റാൻഡ് ബൈ കോസ്റ്റ്. പക്ഷേ അതില്ലാതെ സംഭവം നടക്കില്ല. അപ്പോൾ അതാ പറയണത്. റെൻറ്റ് ഓഫ് ബിസിനസ് പ്രിമൈസസ്, പ്രൊഡക്ഷനായിട്ട് ബന്ധമില്ല. ഇൻഷുറൻസ്, ഡിപ്രിസിയേഷൻ, ടാക്സസ് ലൈക്ക് വെഹിക്കിൾ ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, അതൊക്കെ ഫിക്സഡ് കോസ്റ്റിന് ഉദാഹരണങ്ങളാണ്, അല്ലെങ്കിൽ പീരിയഡ് കോസ്റ്റിന് ഉദാഹരണങ്ങളാണെന്ന് പറയാം. അപ്പോൾ ഓർത്തിരിക്കുക, പീരിയഡ് കോസ്റ്റ് എന്ന പേര് ഓർത്തിരിക്കുക. സ്റ്റേബിൾ കോസ്റ്റ് എന്ന് പറയും, അതിനെ സ്റ്റാൻഡ് ബൈ കോസ്റ്റ് എന്നൊക്കെ പറയും. അതാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ വാരിയബിൾ കോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. വാരിയബിൾ കോസ്റ്റ് എങ്ങനെയാണ്? അത് വോളിയം ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് ഡയറക്റ്റ്ലി മാറിക്കൊണ്ടിരിക്കും, വാരി ചെയ്തുകൊണ്ടിരിക്കും. Variable cost is one which tends to vary directly with the variation in the volume of output. Such cost increases. Aggregate of production goes up ആകുമ്പോൾ ഈ ഒരു കോസ്റ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്ത് ചെയ്യും? ഇത് കംസ് ഡൗൺ ആവും. പ്രൊഡക്ഷൻ കംസ് ഡൗൺ ആകുമ്പോൾ ഇത് നാച്ചുറലി ഡിക്രീസ് ആവും. ഓക്കെ, അപ്പോൾ വാരിയബിൾ കോസ്റ്റ് പക്ഷേ എന്താണ്? പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെയാണ് അറിയപ്പെടുക. കാരണം വാരിയബിൾ കോസ്റ്റ് പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമുള്ള ചാർജസ് ആണ്. കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇതൊക്കെ വാരിയബിൾ കോസ്റ്റിന് ഉദാഹരണമാണ്. കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബറൊക്കെ എന്താണ്? വാരിയബിൾ കോസ്റ്റിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രൊഡക്ഷൻ കോസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നറിയപ്പെടുന്ന കോസ്റ്റുകൾ തന്നെയാണ് വാരിയബിൾ കോസ്റ്റ്. എന്നാൽ പീരിയഡ് കോസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ പേര് ഫിക്സഡ് കോസ്റ്റ് എന്നായിരുന്നു, അത് അങ്ങനെയല്ല. അപ്പോൾ ഇത് രണ്ടും ആ ഒരു രീതിയിൽ ഓർത്തു വയ്ക്കുക, കാണാറുണ്ട്. നെക്സ്റ്റ് പറയണത് സെമി വാരിയബിൾ കോസ്റ്റ് എന്താണെന്ന്. സെമി വാരിയബിൾ കോസ്റ്റ് പേരിൽ തന്നെ അറിയാം, പാർട്ട്ലി ആയിരിക്കും അല്ലേ. എ കോസ്റ്റ് വിച്ച് ഈസ് പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വാരിയബിൾ, അതാണ് സെമി വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് വാരീസ് അറ്റ് സർട്ടൻ ലെവൽസിൽ വാരി ചെയ്യും, ചില സമയത്ത് റിമെയിൻസ് ഫിക്സഡ് ആയിരിക്കും അറ്റ് അതർ ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. ഒരു ലെവലിൽ മാത്രം കൂടും, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഫിക്സഡായി നിലകൊള്ളും, അങ്ങനെയാണ്. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെമി ഫിക്സഡ് ആൻഡ് സ്റ്റെപ്പ് കോസ്റ്റ് എന്നറിയപ്പെടും. ആ പേരൊന്ന് ഓർത്ത് വയ്ക്കുക, സ്റ്റെപ്പ് കോസ്റ്റ്. സെമി ഫിക്സഡ് കോസ്റ്റ് എന്നറിയപ്പെടും, സ്റ്റെപ്പ് കോസ്റ്റ് എന്നും അറിയപ്പെടും എന്ന് ഓർത്തിരിക്കുക. സെമി വാരിയബിൾ കോസ്റ്റിൻ്റെ മറ്റു പേരുകളാണ് സെമി ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റെപ്പ് കോസ്റ്റ്. സൂപ്പർവൈസർ സാലറി, അഡ്വർടൈസ്മെൻറ്റ് ചാർജസ്, ടെലഫോൺ ചാർജസ്. ചില മാസം ടെലഫോൺ ചാർജ് കൂടും, ചില സമയത്ത് എന്താവും, ചില മാസങ്ങളിൽ ഒരേപോലെ ആയിരിക്കും. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, ചിലപ്പോൾ കേടേ ഉണ്ടാവില്ല, ചിലപ്പോൾ സ്ഥിരമായിട്ട് കേടുകളാവും. അങ്ങനെയൊക്കെ സെമി വാരിയബിൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതാണ് പറഞ്ഞത്. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ കൂടിയും കുറഞ്ഞും അങ്ങനെ ഇരിക്കാം. അപ്പോൾ അതാണ് പറഞ്ഞത്. അതിൽ ഈ ഒരു സ്റ്റെപ്പ് കോസ്റ്റ് എന്ന പദം ഓർത്തിരിക്കുക. പിന്നെ അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസസ് ഓർ ചാർജബിൾ എക്സ്പെൻസസും. എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് ഇത്. അപ്പോൾ നമ്മൾ നോക്കിയത് തന്നെയാണ് നേരത്തെ. ഇറ്റ് ഈസ് ദാറ്റ് മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഇൻ ദ പ്രോഡക്റ്റ് ആൻഡ് കൺവീനിയൻ്റ്ലി മെഷേർഡ് ആൻഡ് ചാർജഡ് ടു ദ പ്രൊഡക്റ്റ്. ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ചാർജസ് ആണ് എന്ത്, മെറ്റീരിയലിൻ്റെ ചാർജസ് ആണ് എന്ത്, ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അത് പ്രോഡക്റ്റിൽ കറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും, കാണാത്ത പാഴ്ചെലവുകളൊന്നുമല്ല. ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലേബർ ഇസ്, അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഷുഗർ കെയിൻ്റെ കേസിൽ ഷുഗർ കെയിൻ കൊണ്ടുവരുന്നത് എന്താണ്, ഡയറക്റ്റ് കോസ്റ്റാണ്. ഇവിടെ പറയുന്നത് ഡയറക്റ്റ് ലേബർ പറഞ്ഞു. ഡയറക്റ്റ് ലേബർ ഇസ് ദാറ്റ് ലേബർ വിച്ച് ക്യാൻ ബി കൺവീനിയൻ്റ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് ഓർ ആട്രിബ്യൂട്ട് കംപ്ലീറ്റ്ലി ടു പർട്ടിക്കുലർ ജോബ്, പ്രോഡക്റ്റ് ഓർ പ്രോസസ്. ഡയറക്റ്റ് ലേബർ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, സെയിമാണ്. ഡയറക്റ്റ് എക്സ്പെൻസസ് ഓർ ചാർജബിൾ എക്സ്പെൻസസ് എന്താണെന്ന് നോക്കിയാൽ, എക്സ്പെൻസസ് അതർ ദാൻ ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് മെറ്റീരിയൽസ് അല്ലാത്ത, ഡയറക്റ്റ് ലേബറും അല്ലാത്ത മറ്റ് എക്സ്പെൻസസ് ആർ സ്പെസിഫൈഡ് ഇൻകേർഡ് ഫോർ എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ പ്രോസസ്സിന് പറയുന്നതാണ് എന്ത്, ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ചാർജബിൾ എക്സ്പെൻസസ് എന്നും അറിയപ്പെടുന്നു കേട്ടോ. പിന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താണെന്ന് നോക്കിയാൽ,
ഇൻഡയറക്റ്റ് കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഔട്ട്പുട്ടിനനുസരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ചിലവുകളാണെന്ത്? ഇൻഡയറക്റ്റ് കോസ്റ്റ് കംപ്രൈസസ്, അതിലും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്. നേരത്തെ ഡയറക്റ്റിൽ കണ്ട വകഭേദങ്ങളൊക്കെ ഇവിടെയുണ്ട്, ഇൻഡയറക്റ്റിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് വൺ ദാറ്റ് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ്. കൺവീനിയൻ്റ്ലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഔട്ട്പുട്ടിനനുസരിച്ച്, കോസ്റ്റ് ഓഫ് ഒബ്ജക്റ്റിനനുസരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ അടുത്തത് പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കൺട്രോളബിലിറ്റി, നിയന്ത്രണം. കൺട്രോളബിൾ കോസ്റ്റും ഉണ്ട്, അൺകൺട്രോളബിൾ കോസ്റ്റും ഉണ്ട്. കൺട്രോളബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ദ എക്സിക്യൂട്ടീവ് ആക്ഷൻ ഓഫ് എ സ്പെസിഫൈഡ് മെമ്പർ ഓഫ് എൻ അണ്ടർടേക്കർ. അതായത് ഈ ബിസിനസ് എൻ്റർപ്രൈസിലെ ഒരു സ്പെസിഫൈഡ് മെമ്പർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചിലവുകളാണ് കൺട്രോളബിൾ കോസ്റ്റ്. മറ്റത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ എക്സിക്യൂട്ടീവിന് ഒരിക്കലും നിയന്ത്രണാതീതമായ ചിലവുകളാണ് അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുക. മറ്റത് നിയന്ത്രണത്തിൽ വരുന്ന ചിലവുകളാണ് കൺട്രോളബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നോർമാലിറ്റി ഓഫ് കോസ്റ്റ്. നോർമാലിറ്റി ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ കോസ്റ്റും ഉണ്ട്, അബ്നോർമൽ കോസ്റ്റും ഉണ്ട്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് ഈസ് നോർമലി ഇൻകേർഡ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ ദ കണ്ടീഷൻസ് ഇൻ വിച്ച് ദാറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഈസ് നോർമലി അറ്റൈൻഡ്. അത് ഒരു കോസ്റ്റ് നോർമലി ഇൻകേർഡ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ഒരു ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ടിലെ കണ്ടീഷൻസിനനുസരിച്ചിട്ട് വരുന്ന ചിലവുകൾ. പിന്നെ അബ്നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇൻകേർഡ് അറ്റ് ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ ദ കണ്ടീഷൻസ് അറ്റ് വിച്ച് ദാറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഈസ് നോർമലി അറ്റൈൻഡ്. അത് നോട്ട് നോർമലാണ്, അതുകൊണ്ടാണല്ലോ അതിനെ അബ്നോർമൽ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കോസ്റ്റ്, പ്രൊഡക്ഷൻ്റെ ഭാഗമാവില്ല എന്നാണ് പറയുന്നത് അബ്നോർമൽ കോസ്റ്റ്. ബട്ട് ഇറ്റ് ഈസ് ചാർജ്ഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പക്ഷേ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമല്ലാത്ത ചിലവുകളാണ് അബ്നോർമൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ കോസ്റ്റും ഒരു കൺസെപ്റ്റ് ബേസ്ഡ് മനസ്സിലാക്കി പഠിക്കുക. അത് ഏത് എക്സാമിനാണെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയ ഭാഗമാണ് കോസ്റ്റിങ്ങിൽ. ഈ ഒരു കൺസെപ്റ്റ്സ് ക്ലിയർ ആവണം. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്